ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് അതിനുള്ളൊരു ഞാരുണ്ടാവും, അതെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ തോട് കളഞ്ഞ് അതിൻ്റെ നാരും കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5-6 വലിയ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സമയമില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പരന്നൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പം കുറച്ച് കറിവേപ്പിൻ്റെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം ആ മസാലയോടുകൂടി തന്നെ അതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഈ ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതൊന്ന് തുറന്ന് നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി മറ്റു സൈഡും കൂടി ഒന്ന് വേവാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറേ സമയം എടുക്കുകയൊന്നുമില്ല. നമുക്ക് ഈ ഒരു മസാലയൊക്കെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. തീ അല്പം ഒന്ന് കൂട്ടി വെച്ച് ഇളക്കി കൊടുത്ത് അത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കരിഞ്ഞു പോവാതെ തീ അല്പം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ഇളക്കി ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരുമ്പം കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഈ ഗ്രേവിയൊക്കെ കിട്ടണം അതനുസരിച്ചിട്ട് തീ കൂട്ടിയിട്ട് ഇതുപോലെ ഇളക്കി അതൊന്ന് പെരട്ടി എടുക്കാം കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആകും തോറും ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ റോസ്റ്റെന്നോ ചെമ്മീൻ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും മറക്കല്ലേ. താങ്ക് യു.